ശ്രീമദ് ഭാഗവതം ക്ലാസ് 280. നമ്മൾ സ്കന്ധം 10 രണ്ടാം ഭാഗത്തിൽ 78ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ദന്തവക്ര വധമാണ്. അപ്പോൾ ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. എപ്പോൾ? കൊളോണിയലിസത്തിന് ശേഷം, അല്ലെങ്കിൽ രാവണ യുദ്ധത്തിന് ശേഷം. രാവണൻ എന്ന് പറഞ്ഞാൽ വിദേശി വരുന്നു, പല രാജ്യങ്ങളിലും കയറിയിട്ട് അവിടുത്തെ സൗഭാഗ്യത്തെ സീതയെ അടിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം പിന്നെയുള്ള ചരിത്രം രണ്ടാണ്. ലോകം രണ്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, വാർസാ രാഷ്ട്രങ്ങൾ, നാറ്റോ രാഷ്ട്രങ്ങൾ. ഇവിടെ അത് യാദവരുടെ വംശം കൃഷ്ണൻ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുന്നു. ഇപ്രമാകട്ടെ ചൂതുകളിയുടെ ദേശം. അപ്പോഴവിടെയും ധർമ്മപുത്രർ ധർമ്മത്തിനനുസരിച്ച് അതായത് ഈ യാദവ വംശത്തിൻ്റെ അതേ കൃഷ്ണൻ വിഭാവന ചെയ്ത തരത്തിലുള്ള ഒരു ലോകം, ഒരു രാജ്യം ധർമ്മപുത്രർ ഉണ്ടാക്കുന്നു. അപ്പം കൃഷ്ണൻ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു, ആ ആഘോഷത്തിൽ, ആ യാഗത്തിൽ. അപ്പോൾ കംസനെയെല്ലാം കൊന്നിട്ടാണ് കൃഷ്ണൻ അവിടെ അത് സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ശത്രുക്കളായിട്ട് കയറി അറ്റാക്ക് ചെയ്യും. അപ്പം അവരെല്ലാം ഇല്ലാതെയാകും. കാരണം കംസം മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിൽബന്ധികൾ കുറേ പേരുണ്ടാവും. അത് തുടർച്ചയായി അവസാനം നമ്മൾ കണ്ടത് ആരെല്ലാമാണ് ഇവിടെ പറയുകയാണ്. 1-2 ശ്രീശുകൻ പറയുകയാണ്, ശിശുപാലൻ, ശാൽവൻ, പൗണ്ഡ്രകൻ എന്നിങ്ങനെ അവരെല്ലാം പരലോകം പ്രാപിച്ചെങ്കിലും അവർക്ക് പിന്തുണയായിട്ട് നിൽക്കുന്ന ചിലവരുണ്ട്. അങ്ങനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ദുർബുദ്ധിയും ബലവാനുമായ ദന്തവക്രൻ, അപ്പം വേറൊരാളുടെ പേരിൽ പറയുകയാണ്, ദന്തവക്രൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഒറ്റക്ക് ഗദയെടുത്തുകൊണ്ട് ക്രുദ്ധനായിട്ട് ഭൂമിയെ നടക്കുമ്പോൾ വിറപ്പിച്ചുകൊണ്ടാണ് നടന്നു വന്നത്. ആരടുത്തേക്ക്? കൃഷ്ണൻ്റെ അറ്റാക്ക് ചെയ്യുക. 3 ഇങ്ങനെ വരുന്ന ദന്തവക്രനെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ വേഗം എന്ത് ചെയ്തു? ഗദയെടുത്തുകൊണ്ട് തേരിൽ നിന്നും ചാടിയിറങ്ങി. അപ്പം കൃഷ്ണൻ ഇവരെ കണ്ടപ്പാട് തന്നെ മനസ്സിലായി യുദ്ധത്തിന് വരികയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഗദയും എടുത്തിട്ട് തേരിൽ നിന്നും ചാടിയിറങ്ങി. എന്നിട്ട് കടലിനെ കര തടുത്ത് നിർത്തുന്നത് പോലെ തടഞ്ഞു നിർത്തി. ശക്തിയിൽ കടൽ വരുമ്പോൾ കര തടഞ്ഞു നിർത്തും, അതുപോലെ അവനെ തടഞ്ഞു നിർത്തി. അപ്പം ഇനി ഇവൻ ആരാണെന്ന് പറയുകയാണ്. ദന്തവക്രൻ ആരാണ്? 4 കരൂഷദേശത്തെ രാജാവാണ് അവൻ. കരൂഷദേശത്തെ രാജാവായ അധിപനായ അവൻ ഗദയും ഓങ്ങിക്കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, നീ എൻ്റെ കൺമുമ്പിൽ എത്തിപ്പെട്ടത് നല്ലത് തന്നെ. എൻ്റെ കൺമുമ്പിൽ എത്തിച്ചേർന്നു, അത് നല്ല കാര്യം, എനിക്ക് സന്തോഷം ഉണ്ടാക്കാൻ വരുന്ന കാര്യം തന്നെയാണ്. കാരണം ഞാൻ നിന്നെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വരുന്നതെന്നുള്ള നിലയിൽ നീ നേരെ എൻ്റെ മുമ്പിൽ വന്നല്ലോ. ഇനി എനിക്ക് അന്വേഷിച്ചിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരത്തിൽ നീ എൻ്റെ കൺമുമ്പിൽ എത്തപ്പെട്ടത് എനിക്ക് സന്തോഷകരമായി. 5 എടോ കൃഷ്ണ, നീ മാതുലപുത്രനാണ്, നീ മാതുലൻ്റെ പുത്രൻ തന്നെയാണ്, അപ്പം ബന്ധുവാണ്. എങ്കിലും എൻ്റെ സ്നേഹിതന്മാരെ നീ എന്ത് ചെയ്തു? ദ്രോഹിച്ചു. കൂടാതെ എന്നെ കൊല്ലുവാനുമായിട്ടാണ് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആകയാൽ എടോ മൂഢ, നിന്നെ ഗദയാൽ ഞാൻ കൊല്ലുവാൻ പോവുകയാണ്. എന്നിട്ട് എന്ത് പറയുകയാണ്? അങ്ങനെ ചെയ്താൽ ശരീരത്തിൽ ബാധിച്ച രോഗത്തെ നശിപ്പിക്കുന്നത് പോലെ, ശരീരത്തിൽ രോഗം ഉണ്ടായാൽ അതിനെ നശിപ്പിക്കുന്നത് പോലെ ഈ
ലോകത്തിൻ്റെ ഒരു രോഗമാണ് നീ എന്ന നിലയിലാണ് പറയുന്നത്. അതുകൊണ്ട് നിന്നെ അങ്ങ് നശിപ്പിച്ചേക്കാം. പുറമേ ബന്ധുവാണെങ്കിലും പുറമെ നോക്കുമ്പോൾ നീ ബന്ധു തന്നെയാണ്, പക്ഷേ വാസ്തവത്തിൽ ശത്രുവുമാണ്. അങ്ങനെ നിന്നെ കൊന്നിട്ട് കൂട്ടുകാരോടുള്ള എൻ്റെ കടമ ഞാൻ നിറവേറ്റാൻ പോവുകയാണ്. എന്നിട്ട് 7 പറയുകയാണ്, തോട്ടി കൊണ്ട് ആനയെ എന്ന പോലെ. തോട്ടി കൊണ്ട് ആനേനെ വലിക്കുമ്പോൾ ആനക്ക് ദേഷ്യം വരും, ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. അതുപോലെ പരുഷമായ വാക്കുകളാൽ കൃഷ്ണനെ നോവിച്ചുകൊണ്ട്, കൃഷ്ണനെ നോവിക്കുകയാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണന്റെ തലയിൽ ഗദയാൽ പ്രഹരിച്ചു. എന്നിട്ട് സിംഹത്തെ പോലെ ഗർജിച്ചു. 8 ഈ ഗദയുടെ പ്രഹരമേറ്റെങ്കിലും കൃഷ്ണൻ കുലുങ്ങിയില്ല. കൃഷ്ണനും അവൻ്റെ നെഞ്ചത്ത് പ്രഹരിച്ചു. കൃഷ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ നെഞ്ചത്താണ് പ്രഹരിച്ചത്. 9 ഗദപ്രയോഗത്താൽ തകർന്ന അവൻ്റെ ഹൃദയമെല്ലാം തകർന്നുപോയി. അവനെന്ത് ചെയ്തു? രക്തം ഛർദ്ദിച്ചു. എന്നിട്ട് ഭൂമിയിൽ ഗദപ്രാണനായി വീണു. എല്ലാവരും നോക്കി നിൽക്കെ 10 ശിശുപാലൻ്റെ വധത്തിൽ എന്ന പോലെ തന്നെ അവൻ്റെ ജീവനും ശ്രീകൃഷ്ണനിൽ പോയി ലയിച്ചു. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അസുരന്മാർ ലയിക്കുമ്പം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയാണ്, അത് കൃഷ്ണ സാക്ഷാത്കാരം കിട്ടുകയാണ്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ശ്രീഹരി ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കാൻ അത് തന്നെയാണ് ദ്വയമായിട്ട് മാറിയത്. ശത്രുവായിട്ടും മിത്രമായിട്ടും എല്ലാം മാറുന്നത് അത് തന്നെയാണ്. അപ്പം ഇല്ലാതാകുമ്പോൾ അവിടെ തന്നെ പോയി ചേരുക ആ ശ്രീഹരിയിൽ തന്നെയാണ്. ശ്രീഹരി തന്നെയാണ് ഇതായി മാറുന്നത്. ശ്രീഹരിയിൽ നിന്ന് ഇത് 2ആയി മാറുന്നു, ദേവന്മാരും അസുരന്മാരും. അസുരന്മാരെ നേരെ മരിച്ചാൽ ഇവിടെ പോവുകയാണെന്നാണ് പറയുന്നത്. മറ്റേ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീഹരിക്ക് പക്ഷപാതമൊന്നുമില്ല, എല്ലാം അത് തന്നെയാണ്. പിന്നെ ഒരു മായാലോകം ഒരു തമാശക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മാതിരി ഇതിനെ കാണണം. ഏതുപോലെ തന്നെ കുട്ടികൾ കടപ്പുറത്ത് മണ്ണ് കൊണ്ട് വീടുണ്ടാക്കും, പൊളിക്കും, പിന്നെ ഉണ്ടാക്കും, പൊളിക്കും. അതിന് വല്ല അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥവുമില്ല, നിസ്സാര കാര്യങ്ങളാണ്. ഈ കുട്ടിക്കെന്തല്ലോ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മളെ കാര്യം. ആ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടാക്കി ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കിയും കളിക്കുകയും ചെയ്യും. അപ്പോൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലൂടെ അവസാനം നല്ലൊരു ലോകം ഉണ്ടാവും, പൊളിക്കും, പിന്നെയും ഉണ്ടാക്കും, പിന്നെയും പൊളിക്കും, ഇങ്ങനെ. അപ്പോൾ ഇതറിയുന്ന ഋഷികൾ അത് എഴുതി വെച്ചു. അതങ്ങനെ യുഗങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന നമ്മളിലായിരിക്കുന്ന നമ്മളെന്തെല്ലോ കാട്ടിക്കൂട്ടിയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ ഒന്നുമില്ല. അപ്പോഴവൻ്റെ അനുജൻ ചാടി വീണു. ആര്? വിദുരഥനാകട്ടെ ജ്യേഷ്ഠൻ്റെ മരണമറിഞ്ഞ് ദുഃഖിച്ചിട്ട് ഭഗവാനെ വധിക്കുവാനായിട്ട് എന്ത് ചെയ്തു? വാളും പരിചയവുമായിട്ട് ചാടിയിറങ്ങി. ഓടി വരുന്ന അവൻ്റെ കിരീടത്തോടൊപ്പം അവൻ്റെ ശിരസിനെ ചക്രായുധത്താൽ കൃഷ്ണൻ അറുത്തു. ചക്രായുധത്താൽ അറുത്തു എന്തിനാണ് പറയുന്നത്? ബാക്കി വലിയ വലിയ കേസാകുമ്പോഴാണ് ചക്രായുധം കൊണ്ട് അറുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ അനുജന്മാർ വരുമ്പോഴെല്ലാം ചക്രായുധം കൊണ്ടാണ് വധിക്കുന്നത്. ചക്രായുധം എന്ന് പറഞ്ഞാൽ രാശിചക്രം, സൗരയൂഥ സിസ്റ്റം, കാലം, ഗോളങ്ങൾ ചലിക്കുന്നതനുസരിച്ചാണ് കാലം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, സമയം. അതിനനുസരിച്ച് ആണ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത മാതിരി അങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം കാലം തന്നെയാണ് വധിക്കുന്നത്. കഥയിൽ കൃഷ്ണൻ വധിച്ചു, സുദർശനചക്രം കൊണ്ട് വധിച്ചു എന്നാൽ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും. അതൊന്നുമല്ല, കാലമാകുന്ന ചക്രമാണ്. സമയത്തും ഇവനെ വധിക്കുന്നു. അങ്ങനെ അന്യർക്ക് പൊറുക്കപ്പെടുവാനാവാത്ത സൗഭനെയും ശാല്വനെയും ചാന്തവക്രനെയും അങ്ങനെ വേറെ പലരെയും ഇപ്രകാരം വധിച്ചു.
അപ്പോൾ കംസനെ വധിച്ചിട്ട് ആ ശത്രുതയുണ്ടാവും. പിന്നെ ശിശുപാലൻ ഇങ്ങനെയെല്ലാം കൊണ്ടിട്ട് പലവരും ശത്രുതയുള്ളവരെല്ലാം കയറി ഇങ്ങോട്ടേക്ക് വരും. അവരെ കാലം തന്നെ എടുത്ത് ദൂരക്കളയും. കൃഷ്ണൻ എടുത്ത് ദൂരക്കളയും, അല്ലെങ്കിൽ കാലം തന്നെ എടുത്ത് ദൂരക്കളയും. അങ്ങനെയാണ് സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നത്, യദുവംശം. അപ്പോഴെന്ത് പറയുന്നു? ദേവനും മനുഷ്യനും മുനിമാരും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അപ്സരസ്സുകൾ, പിതൃഗണങ്ങൾ, യക്ഷങ്ങൾ, കിന്നരന്മാർ, ചാരണന്മാർ ഇവരെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ട് പുഷ്പവൃഷ്ടികൾ നടത്തുന്നു. അവരുടെ അഭിവാദ്യമെല്ലാം സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. 16 ഈ വിധം യോഗേശ്വരനും സർവ ഐശ്വര്യങ്ങളുടെയും അധിപനുമായ ശ്രീകൃഷ്ണൻ എപ്പോഴും വിജയിക്കുകയാണ്. അപ്പം എപ്പോഴും വിജയമാന ഭാഗത്ത് തന്നെയാണ്, കൃഷ്ണൻ്റെ ഭാഗത്താണ്. കൃഷ്ണൻ തീരുമാനിക്കുന്ന കാര്യമല്ലേ ലോകം പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതുപോലെയാണ് ലോകം പോവുക. പക്ഷേ മൃഗപ്രാജ്ഞന്മാരായ അജ്ഞാനികൾ അവിടുത്തെ ജയിക്കപ്പെട്ടവനാണെന്ന് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ മൃഗസമാനമായ ചിന്താഗതിയുള്ള മനുഷ്യർക്ക്, അല്ലെ അജ്ഞാനികൾക്ക്, കൃഷ്ണൻ ജയിച്ചുകൊന്നു എന്ന് തോന്നിയിട്ടാണ് ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കൃഷ്ണനെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആരാണ് ജയിക്കേണ്ടത്, ആരാണ് തോക്കേണ്ടത്. പിന്നെ അതിൽ ആഘോഷിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒരു നാടകത്തിൽ കഥാകൃത്ത് എഴുതി വെക്കും, വില്ലനെ നായകൻ കൊല്ലണമെന്ന്. അപ്പോൾ ആ സമയത്തുമ്പോൾ വില്ലൻ കൊല്ലുന്നതായി കാണിക്കും, നായകൻ ചത്തതായിട്ട് കാണിക്കും, അഭിനയിക്കും. ആർക്കും അതിലൊരു ഫീലിംഗ് ഒന്നുമില്ല. കാരണം ഈ കഥയിൽ എഴുതിയ വെച്ച പോലെ അഭിനയിക്കുകയാണ്. ചിലപ്പം കഥാകൃത്ത് എഴുതിയിരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നായകൻ മരിക്കും, വില്ലൻ തല്ലിക്കൊല്ലും. അപ്പം നായകൻ ചത്തമാരി വീഴും, വില്ല ധീരനായിട്ട് നിൽക്കും. അപ്പം അവർക്ക് തമ്മിൽ എന്തില്ല, ഓരോ ഭാഗം അഭിനയിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇവിടെ വേറെ പ്രാധാന്യമൊന്നുമില്ല. കൃഷ്ണൻ തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആര് ജയിക്കണം, ആര് തോക്കണം, ഏത് സമയം ജയിക്കണം, ഏത് സമയം തോക്കണം എന്നല്ല. അതുകൊണ്ട് അജ്ഞാനികളാണ് കൃഷ്ണൻ ജയിച്ചു തോറ്റു എന്നെല്ലാം വിചാരിക്കുന്നത്. ഇതിലൊന്നും ഒരു കാര്യം ഇല്ല, അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചു തന്നെയാണ്. പതിനേഴില് പാണ്ഡവന്മാരോടുകൂടി കൗരവന്മാർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിനെ പറ്റി കേട്ടിട്ട്, അപ്പം പാണ്ഡവന്മാർ ഇത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ, അപ്പം അപ്പുറത്തെ ലോകം രണ്ടായി തിരിഞ്ഞല്ലോ. ഒരു ഭാഗത്തെ യാദവ വംശത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പുറം ഒരു രാജ്യം നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പാറ പോലെയുള്ള സ്ഥലമാണ് കൊടുത്തതെങ്കിലും അവരുടെ സാമർഥ്യം കൊണ്ട് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ അപ്പുറത്തിരിക്കുന്ന ദുര്യോധനാദികൾക്കൊന്നും സഹിക്കുന്നില്ല. ഏത് ലോകമാണ്? ചൂതുകളിയുടെ ലോകം. അവിടെ ഒരു കൂട്ടർ ഒരു നല്ല ഭരണം, അവർക്ക് സ്ഥാനമൊന്നും കൊടുത്തില്ല. പാറ പോലെയുള്ള സ്ഥലമാണ് വീതായിട്ട് കൊടുത്തത്. അവരെ കഴിവുകൊണ്ട് സുന്ദരമായിട്ട് കൃഷ്ണനും എല്ലാം വന്നിട്ട് ഇതെല്ലാം ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് അവിടെ നിന്ന് അസൂയ പൊടിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇവനെ ചൂതുകളിക്കാറാണല്ലോ, എങ്ങനെയെങ്കിൽ ഇവൻ്റെതെന്ന് അത് അടിച്ചെടുത്ത് മാറ്റിയിട്ട് ഇവന്മാരെ കാട്ടിലയക്കണം. ഇതാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പ്രത്യേകത. അപ്പം ആ യുദ്ധം നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട്, അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ എപ്പോഴാണ് അതിനൊരു അറുതി വരുന്നത്? മഹാഭാരത യുദ്ധസമയത്ത്, 3-ാം ലോക മഹായുദ്ധ സമയത്ത്. അപ്പം പാണ്ഡവന്മാരോട് കൗരവന്മാർ യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്നത് കേട്ടിട്ട് ശ്രീ ബലരാമൻ 2 പക്ഷവും ചേരാതെ തീർത്ഥസ്ഥാനത്തിന് പോവുകയാണല്ലോ ഉണ്ടായത്. ബലരാമൻ അപ്പോൾ തടിവിട്ടു. ഈ ബലരാമൻ ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു രാജ്യത്തിൽ അധർമ്മം പെരുകുമ്പോൾ ആദ്യം അവരവരാണ് പ്രതികരിക്കുക. ഇപ്പോൾ ഒരു ആ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, എല്ലാവർക്കും ശല്യം ചെയ്യുകയാണ്. അവൻ്റെ പവർ കാണിക്കുകയാണ്. ശരിയായ പോലീസ് ഓഫീസർ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്. അതിനു പകരം
അവൻ അന്യായമായിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ, അല്ലേ ഒരു റൗഡി ഒരു നാട്ടിലുണ്ടെന്ന് വെച്ചോ, എല്ലാവർക്കും ശല്യമായി തീരുകയാണ്. ആരും അവനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനെതിരായിട്ട് പ്രതികരിക്കുക? ആദ്യം ആർക്കാണോ പ്രശ്നമുണ്ടാകുന്നത് അവർക്ക് ബലമില്ലെങ്കിൽ അവർ സഹിച്ചുകൊണ്ടിരിക്കും. ബലമുള്ളവരെന്ത് ചെയ്യും? പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്നത് ശരീരശക്തി കൊണ്ടാണ്. പിന്നെയാണ് സംഘടിതമായിട്ട് പുതിയൊരു ഇതിനെ പൊളിച്ചിട്ട് വേറൊന്നുണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതാരാണ് ചെയ്യുന്നത്? കൃഷ്ണനാണ്. ഈ അധർമ്മികളെല്ലാം തച്ചുടച്ചിട്ട് ഒരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കുക. അത് പിന്നെ കൃഷ്ണനാണ് വന്ന് ചെയ്യുക. ആ ശക്തിയാണ്. അതിനു മുമ്പിൽ മനുഷ്യ പ്രയത്നം, ഓരോ അവരവരുടെ കാര്യം പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഒരു വല്ല പട്ടിയാറ്റം കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ സംഘടിക്കാനൊന്നും വഴിയൊന്നുമില്ല. ഒരു ഭ്രാന്തപ്പട്ടി നാട്ടിലുണ്ടെന്ന് വെച്ചോ, അവരവരല്ലേ അവരവരുടെ കാര്യം ആദ്യം ശക്തി കൊണ്ട് നേരിടാൻ നോക്കുക. അല്ലാതെ നാട്ടുകാരോടെല്ലാം യോഗ എല്ലാം കൂടിയിട്ടൊന്നും അല്ലല്ലോ. അത് പിന്നെയാണ് എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുക ഇതിനെ എന്താ വേണ്ടത്. പിന്നെ അവരെല്ലാം കൂടിയിട്ട് അതിനുള്ള വഴി ആലോചിച്ചിട്ട് തല്ലിക്കൊല്ലും, അതിനുള്ള മാർഗം. പക്ഷെ ആദ്യം അവരവർ തന്നെയാണ് പ്രൊട്ടക്റ്റ്. ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശക്തിക്കാണ് ബലരാമൻ എന്ന് പറയുന്നത്. അതെല്ലാ നാട്ടിലും ഉണ്ട്. പണ്ട് മലബാറിൽ പല അധർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ പണ്ട് കാലഘട്ടത്തിൽ. അപ്പോൾ നാട്ടുകാർക്കെല്ലാം ശല്യമാണ്. വലിയ ധൈര്യമൊന്നും ഇല്ലാത്തവർ സഹിച്ച് നടക്കും. പക്ഷേ ചിലവർ മാത്രം പ്രതികരിക്കും. പ്രതികരിച്ചാലും ചിലപ്പോൾ അവന്മാർ മരിക്കുകയാണ് ചെയ്യുക. എന്നാലും മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉള്ളിലുള്ളവർക്കെല്ലാം ഒരു സന്തോഷമായിരിക്കും. എന്തെന്നറിയോ? ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ എന്ത് ചെയ്യും? കെട്ടി കൊണ്ടാടും. അതാണ് തെയ്യം എന്ന കോലങ്ങൾ മലബാറിൽ. കാരണം അവരവർക്ക് നാട്ടുകാർക്ക് ജനത്തിന് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അധർമ്മത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രതികരിച്ച് ചാകുകയാണെങ്കിൽ അവനെയും പൊക്കിക്കൊണ്ട് ദൈവം കണക്കെ കെട്ടിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നീ വന്നിട്ട് നമ്മളെ ചത്താലും വിടില്ല, നീ വന്നിട്ട് നമ്മളെ ഒന്ന് രക്ഷിക്കുമെന്നും പറയുന്ന മാതിരി. എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക, എൻ്റെ ഇന്ന കാര്യം സാധിച്ചു. ജനിച്ചിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ ഫലത്തിലാണ്, എന്നാൽ മരിച്ചാലെങ്കിലും വന്ന് ചെയ്തു വരുന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? കെട്ടിയാൽ ആടുന്നത്. കാരണം അത്രയും ധീരനാണ്, അത്തരം വ്യക്തികളാണ്. ആ കൂട്ടത്തിൽ പെട്ടുന്നതാണ് ബലരാമൻ. അപ്പം ബലരാമന് ഇവിടെ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുന്ന ധർമ്മം അധർമ്മം അതിൻ്റെ കാര്യത്തിലൊന്നും ചിന്തയൊന്നുമില്ല. അങ്ങേർക്ക് നേരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അങ്ങനെ ബന്ധപ്പെട്ടവരുടെ നേരെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കും. അല്ലാതെ ഈ രണ്ടും ഏറ്റുമുട്ടിയിട്ട് അധർമ്മികളെ കൊന്നിട്ട് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കും, ആ ചിന്താഗതിയിലേക്കൊന്നും ഇവരെ ബുദ്ധി പോകില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബലരാമൻ തീർത്ഥാടനത്തിന് പോയി. ഇതെല്ലാം കളഞ്ഞു വെട്ടിക്കൊണ്ട് തീർത്ഥാടനത്തിന് പോയി. പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചിട്ട് ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, മനുഷ്യന്മാരെയെല്ലാം തൃപ്തിപ്പെടുത്തിയിട്ട്, ധാരാളം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ട് ബ്രാഹ്മണരോട് കൂടി ചേർന്ന് കുറേ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ബ്രാഹ്മണരെ ഒഴുക്കിനെതിരെ സരസ്വതി നദിയുടെ തീരത്തിലൂടെ നടന്നു. സരസ്വതി നദി ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവനെ ഒഴുക്കിനെതിരായിട്ട് മുകളിലോട്ടേക്ക് കയറിപ്പോയി. എങ്ങോട്ടേക്കാണ് പോകുന്നപ്പോൾ? മുകളിലേക്ക് കയറിപ്പോവുകയാണ്, മലമുകളിലേക്കല്ല. 19 ബിന്ദു സരസ്, ത്രിതകുബ, സുദർശന തീർത്ഥം, വിശാലം, ബ്രഹ്മതീർത്ഥം, ചക്രതീർത്ഥം, കിഴക്കൻ നദീതീരത്തിലൂടെ, സരസ്വതി നദിയുടെ തീരത്തിലൂടെ, അങ്ങനെ കാര്യക്കാര് കിഴക്കൻ സരസ്വതി നദീതീരത്തിലൂടെ യാത്രയായി. പിന്നെ 20 യമുന, ഗംഗ മുതലായ തീർത്ഥങ്ങളിലെല്ലാം കുളിച്ചെല്ലാം അതിലൂടെ പോയതിൻ്റെ ശേഷം ഒടുവിൽ മഹർഷിമാർ വസിക്കുന്ന, ഋഷികൾ താമസിക്കുന്ന നൈമിഷാരണ്യത്തിലേക്ക് എന്നെല്ലാം പറയുന്ന അങ്ങനെയുള്ള ആശ്രമത്തിലേക്ക് പോയി. അവിടെ വെച്ചാണ്
വേദങ്ങളെല്ലാം പഠിപ്പിക്കുകയും കൈമാറുകയും ജ്ഞാനങ്ങളെല്ലാം കൈമാറുന്ന സ്ഥലത്തിനാണത് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആശ്രമത്തിൽ ഋഷികളെല്ലായിരിക്കും. അവർക്ക് മുകളിലിരുന്നു കൊണ്ട് ഒരാൾ കാര്യങ്ങളെല്ലാം വേദങ്ങളെല്ലാം പഠിപ്പിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ എല്ലാം ചെയ്യും. പിന്നെ യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് അവരുടേതായ യാഗങ്ങൾ. അപ്പോൾ 21 ബലരാമൻ വന്നതറിഞ്ഞ് ഋഷികളെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ പോയി നമസ്കരിച്ചു, സ്വാഗതം ചെയ്തു, നമസ്കരിച്ചു, പൂജിച്ചു. അപ്പോൾ അവിടെയുള്ള ഋഷികളെല്ലാം വന്നിട്ട് ബലരാമൻ വന്നെന്ന് അറിഞ്ഞിട്ട് നമസ്കരിച്ചു. പിന്നെ പല ബ്രാഹ്മണരുടെയും കൂടെയാണ് ഇദ്ദേഹം പോയിരുന്നത്. പരിവാരസമയം 22 പരിവാരസമേതമെത്തിയ അദ്ദേഹത്തെ മഹർഷിമാരുടെ ഇടയിൽ ഒരു കക്ഷി ഇരിക്കുന്നുണ്ട് അങ്ങ് മുകളിൽ സീറ്റിൽ. അദ്ദേഹം ഇരുന്നിട്ടാണല്ലോ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. ഈ മഹർഷിമാർക്ക് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം പരിവാരസമേതമെത്തിയ അദ്ദേഹത്തിന് മഹർഷിമാരുടെ ഇടയിൽ ഇരിക്കുന്ന ആരാണ് അവിടെ ഇരിക്കുന്നത്? വ്യാസഭഗവാന്റെ ശിഷ്യനായ രോമഹർഷൻ ഇരിക്കുന്നത് കണ്ടു. അവിടെ വ്യാസ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വേദങ്ങളെല്ലാം, ഭാഗവത ഇതിഹാസ പുരാണങ്ങളെല്ലാം ഇദ്ദേഹത്തിനാണ്, രോമഹർഷനാണ് നൽകിയിരുന്നത്. അദ്ദേഹം അത് ഈ ഋഷികൾക്കെല്ലാം ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹം ഇദ്ദേഹത്തെ വണങ്ങിയൊന്നുമില്ല. ആരെ? പരശുരാമനെ. ബാക്കിയെല്ലാവരും ചെയ്തു, ഇദ്ദേഹം പരശുരാമനെ വണങ്ങിയൊന്നുമില്ല. ഈ പരശുരാമനെ സൃഷ്ടിച്ചത് തന്നെ ആരാണ്? വേദവ്യാസനും ഋഷികളും എല്ലാം. ഈ കൃഷ്ണനെയും ഈ കൃഷ്ണൻ പരശുരാമൻ എന്നുള്ള പേര് വന്നതിൻ്റെ എവിടുന്നാണ്? വേദവ്യാസനെ എഴുതി പിടിപ്പിച്ചതാണ്. ആ ശക്തിക്ക് ഓരോ പേര് കൊടുത്തു. ആ ശക്തി രൂപവും ഭാവവും ഒന്നുമില്ല, കാലമാവുന്നു. ആ കാലത്ത് ഓരോ കാലഘട്ടത്തിന് ഓരോ പേര് കൊടുത്തു. നമ്മെ നിയന്ത്രിക്കുന്നത് കാലമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് ഓരോ പേര്. കൃതയുഗത്തിന് പരശുരാമൻ, ത്രേതായുഗത്തിന് രാമൻ എന്ന, ആ കാലത്തിൻ്റെ രാമൻ എന്ന പേര് കൊടുത്തു. ദ്വാപരയുഗത്തിൻ്റെ അവസാനം കൃഷ്ണൻ എന്ന് കൊടുത്തു, ബലരാമൻ എന്നെല്ലാം കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആര്? ഈ രോമഹർഷൻ. അദ്ദേഹം എണീച്ചില്ല. 23 ബലരാമൻ ജന്മനാ സൂതനാണ്. സൂതനായ ബലരാമൻ ജന്മനാ സൂതനായ രോമഹർഷനെ. അപ്പം ബലരാമൻ എന്താണ് കാണുന്നത്? ജന്മനാ സൂതനാണ്. അപ്പം ബലരാമൻ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാണ്. ഒരാളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ എതിർക്കുന്ന വ്യക്തികൾക്ക്, പ്രതികരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ചിന്തയൊന്നും അധികമൊന്നുമില്ല. ആ കാലത്തെ അവരങ്ങ് അംഗീകരിക്കും. ഇപ്പോൾ അടിമ കാലഘട്ടത്തിലാണെങ്കിൽ ഇത്തരം ധീരമായ ആൾക്കാർ അടിമയാണെങ്കിലും നമ്മൾ അടിമയാണ് എന്ന് വിചാരിച്ച് ജീവിക്കും. പക്ഷെ ആരെങ്കിലും അടിമയിലോട് യജമാനം ചെയ്യേണ്ട പ്രവൃത്തിയിൽ കടന്നു ചെയ്യുകയാണെങ്കിൽ ചിലവർ കയറി പ്രതികരിക്കും. അല്ലാതെ അടിമ എന്ന നിലയിൽ അവരങ്ങ് അംഗീകരിച്ചു പോയി. അല്ലാതെ അതിനെ മാറ്റാനൊന്നും അവർക്ക് താല്പര്യമില്ല. അതുപോലെ ബലരാമൻ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയെല്ലാം ഉള്ള കാലഘട്ടത്തിലാണ് ബലരാമനും ഉള്ളത്. അപ്പം ബലരാമന് അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അയാൾ അതെല്ലാം ശരിയായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം സൂതനാണ്, സൂതപുത്രനാണ്. വേദവ്യാസൻ എന്താണ്? ഒരു മുക്കുവ സ്ത്രീയിലുണ്ടാകാതാണ്. അപ്പം ഇതെല്ലാം നോക്കണം. കൃഷ്ണന് പിന്നെ അങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. കൃഷ്ണൻ വേശ്യകളായാലും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ എല്ലാം കൂടിയിട്ടാണല്ലോ ധർമ്മപുത്രരുടെ ആ യോഗസ്ഥലത്തിൽ ഒന്നിച്ചിട്ട് കുളിക്കുകയും ആടിയും പാടിയും ചെയ്തത്. പക്ഷേ ബലരാമനൊരു ആ പഴഞ്ചനാശയങ്ങളിൽ ഒത്തുകൊണ്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിസ്റ്റം മാറ്റാനൊന്നും അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പാണ്ഡവരും അവരടിക്കുന്ന എന്തോ ആട്ടെ, അതിൽ ധർമ്മമോ അധർമ്മമോ ഒന്നും അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പരിടിക്ക് കയറാതിരുന്നാൽ മതി. അങ്ങനെയുള്ളൊരു വിഭാഗമാണത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ബലരാമനായ ഞാൻ വന്നപ്പോൾ ജന്മനാസൂതനായ, കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ സ്ത്രീയിലുണ്ടാകുന്ന നീചജാതിയിലുള്ള ഒരു കക്ഷിയാണ്.
ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ ഇവൻ താണ ജാതി. അതുകൊണ്ട് സൂതനാണ്. രോമഹർഷനെ ബ്രാഹ്മണരിലും ഉച്ചസ്ഥാനത്തിരിക്കുകയാണ്. അങ്ങ് മോള് പീഠത്തിലിരിക്കുക, കീഴെല്ലാം ബ്രാഹ്മണന്മാരോ ഋഷികളോ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കുവാനോ നമസ്കരിക്കുവാനോ തൊഴാനോ ഒന്നും തയ്യാറായുമില്ല. അദ്ദേഹത്തിന് കോപം വന്നു. ഇത് ശരിയാവില്ലല്ലോ, നോക്കണം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവവിശേഷം പറയുകയാണ്. ഇത്തരം ആൾക്കാർക്ക്, സ്വയം പ്രതികരിക്കുന്നവർക്ക് ബുദ്ധി വെച്ച് ചിന്തിക്കാനോ അതിനെ അധികം കടന്നൊന്നും ചിന്തിക്കില്ല. രണ്ട് നേരെ അനീതിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു ശൈലി അവരാണ് ആദ്യം പ്രതികരിക്കുന്ന വിഭാഗം. ഇപ്പം 24 പ്രതിലോമമായ അധാർമിക വിവാഹം കൊണ്ട് ഉണ്ടായ ബുദ്ധികെട്ടവൻ. പ്രതിലോമമായ അധാർമിക വിവാഹം കൊണ്ട്, അതായത് ഒരു ബ്രാഹ്മണ സ്ത്രീയെ താഴെയുള്ള നീചനായ ഒരുത്തൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായവനാണ് ഇവൻ. ആ ചിന്താഗതിയാണ് അദ്ദേഹത്തിൽ പോകുന്നതെന്ന് കാണിക്കുകയാണ് വേദവ്യാസൻ. ഉണ്ടായ ബുദ്ധികെട്ടവൻ, ബുദ്ധിയില്ല, ധർമ്മരഹിത ധർമ്മപാലകരായ ബ്രാഹ്മണരെയും, അതേ ധർമ്മത്തിന് ബ്രാഹ്മണനാണ് ധർമ്മനിഷ്ഠയുള്ളവർ, അതേവിധം നമ്മൾ ആ നിലയിലാണ്. ആ നമ്മെയും കവിഞ്ഞ നിലയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. നമ്മളെക്കാട്ടി മുകളിലാണ് എന്ന നിലയിൽ ഉയർന്ന പീഠത്തിലങ്ങ് ഇരിക്കുകയാണ്. അവൻ വധത്തെ അറിയിക്കുന്നുണ്ട്. അവനെ കൊന്നേ പറ്റൂ. എൻ്റെ 25 പറയുകയാണ്. അപ്പം എല്ലാ കാര്യമെല്ലാം അറിയാം. സർവജ്ഞനായ വേദവ്യാസന്റെ ശിഷ്യനായിട്ട് ഒട്ടേറെ ഇതിഹാസ പുരാണങ്ങൾ മുഴുവൻ ശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചവനാണ്. എന്നിട്ടും ബ്രാഹ്മണരുടെ ഇടയിൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ ബ്രാഹ്മണരുടെ മുകളിൽ കയറിയിട്ട് സ്ഥാനത്ത് ഇരിക്കുകയാണ്. അടക്കമില്ലാത്തവനും വണക്കമില്ലാത്തവനും, കാരണം വണങ്ങിയില്ലല്ലോ, വെറുതെ പണ്ഡിതനാണെന്ന് ധരിക്കുന്നവരുമായ ഇവൻ വലിയ പണ്ഡിതനാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മനോനിയന്ത്രണം തീരെയില്ല ഇല്ലാത്തവനുമായ ഇവനതിന് ആത്മഗുണമൊന്നും ഇല്ല. 27 ഈ ലോകത്തിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനായിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. ദുഷ്ടനിഗ്രഹത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ബലരാമൻ. അതിനാൽ പുറമേ ധർമ്മതൽപരനായിട്ടാണ് ഇവൻ ഇരിക്കുന്നതെങ്കിലും ഇവൻ എന്നാൽ കൊല്ലപ്പെടേണ്ടവനാണ്. ഇവൻ പുറത്ത് വലിയ ധർമ്മിഷ്ഠൻ്റെ നല്ല നീതിമാൻ ബുദ്ധിമാൻ്റെ മാതിരിയല്ല ഇരിക്കുന്നുണ്ടെങ്കിലും ഇവൻ എന്നാൽ കൊല്ലപ്പെടേണ്ടവനാണ്. ഇവൻ കവിഞ്ഞ നിലയിലുള്ള പാപിയാണ്. ഇവൻ വലിയ പാപിയാണെന്ന് പറയുകയാണ്. ആര്? രോമഹർഷൻ, വേദവ്യാസന്റെ ശിഷ്യൻ, ഉപനിഷത്തുകൾ മുഴുവൻ കൊടുത്ത പാർട്ടി. ഇനി 28 തീർത്ഥയാത്രയിലൂടെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിൽ നിന്നും വിരമിച്ചവനാണെങ്കിൽ കൂടി. ഞാൻ തീർത്ഥയാത്രക്ക് പോയത് എന്താണ്? അവിടെ ധർമ്മവും അധർമ്മവും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അതിലൊന്നും എനിക്ക് തലയൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഊരി വന്നതാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിലൊന്നും ഞാൻ വിരമിച്ചതാണ്. എനിക്ക് ദുഷ്ടന്മാരെ, കാരണം അദ്ദേഹത്തിനും അറിയാം പാണ്ഡവരെ ധർമ്മിഷ്ഠരാണ്, മറ്റവരെ അധർമ്മികളാണെന്ന്. അപ്പോൾ അധർമ്മികളെ കൊല്ലാനൊന്നും എനിക്ക് വയ്യ, അവരെയൊന്നും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിൽ നിന്നും വിരമിച്ച, അപ്പോൾ അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിരമിച്ച് ഓടിയതാണ്. അവിടെ നിന്നാൽ യുദ്ധം ചെയ്യണം. കൃഷ്ണൻ പിടിച്ചിട്ട് പാണ്ഡവരുടെ പക്ഷത്തിടും. അവസാനം പിന്നെ മറ്റവരുടെ യുദ്ധം ചെയ്യേണ്ടി വരും. അധർമ്മികളെ കൊല്ലേണ്ടി വരും. എന്നെക്കൊണ്ട് ഈ അധർമ്മികളെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് വെച്ചുകൊണ്ട് ഓടി വന്നതാണെങ്കിൽ ഇപ്പം ധർമ്മത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വിരമിച്ചവനാണെങ്കിൽ കൂടി സർവശക്തനായ ബലരാമൻ രോമഹർഷനെ കയ്യിലിരിക്കുന്ന കുശപ്പുല്ലിൻ്റെ തല കൊണ്ട് അങ്ങ് അടിച്ചു കൊന്നു.
അവനെ അടിച്ചങ്ങ് കൊന്നയിച്ചു. സന്തപ്തചിത്തരായ മഹർഷിമാർ ഇത് കണ്ടപ്പോൾ 29 പറയുകയാണ്, സങ്കടം തോന്നിയ മഹർഷിമാരെന്ന് പറഞ്ഞാൽ അയ്യയ്യോ എന്ന് ചൊല്ലിക്കൊണ്ട് ശ്രീ ബലരാമനോട് പറഞ്ഞു, ഹേ മഹാപ്രഭോ, കാരണം അവർക്കറിയാം ഇദ്ദേഹം ആരാണ്, ശ്രീഹരിയുടെ നേരെ അവതാരം. ഹേ മഹാപ്രഭോ, ഭവാൻ പ്രവർത്തിച്ചത് അധർമ്മമായി പോയി. അങ്ങ് ചെയ്തത് ശരിയായില്ല, അധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. 30, 31, 32 സത്രം അവസാനിക്കുന്നത് വരെ ഇവിടെ ഒരു സത്രം നടക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ബ്രഹ്മസ്ഥാനത്ത്, ആ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വ്യക്തി എന്താണ്, എല്ലാ ബ്രഹ്മജ്ഞാനവും തികഞ്ഞവനാണ്, വേദവ്യാസന്റെ ശിഷ്യനാണ്, എല്ലാ കഥകളുടെയും അർത്ഥം അറിയുന്നവനാണ്. അവിടെ ഇരുത്തിയിട്ടാണ് ഇവർക്ക് ഋഷിമാർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അത്രയും ജ്ഞാനം തികഞ്ഞവനാണ് അവൻ. ബ്രഹ്മസ്ഥാനത്തിന് സമാനമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ശക്തി ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ പീഠത്തിൽ ഇരിക്കാൻ യോഗ്യൻ ഇദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. എന്നിട്ട് ശരീരത്തിന് തളർച്ചയേൽക്കാത്ത ആയുസ്സും കൊടുക്കപ്പെട്ടവനാണ്. ആയുസ് നല്ല ആയുസ്സുള്ള നിലയിലാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് അടിച്ച് കൊന്നിരിക്കുന്നത്. അതൊന്നും അറിയാതെ അങ്ങേക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ബ്രാഹ്മണവധമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് നടത്തിയിരിക്കുന്ന ബ്രാഹ്മണവധമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലാണ് ജനനം കൊണ്ടൊന്നുമല്ല ജനിച്ച ബ്രാഹ്മണ സ്ത്രീയില് ബ്രാഹ്മണ പുരുഷൻ അങ്ങനെയൊന്നും ഉണ്ടായെന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണൻ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനനം കൊണ്ടോ ഒന്നും ബ്രാഹ്മണത്വം കിട്ടില്ല. ബ്രാഹ്മണത്വം കിട്ടണമെങ്കിൽ ആ ബ്രഹ്മത്തെ പറ്റിയുള്ള പൂർണ്ണമായ ജ്ഞാനം, പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്നവനെ ബ്രാഹ്മണനാവുകയുള്ളൂ. അവനാണ് ബ്രാഹ്മണൻ, അല്ലാതെ ജനനം കൊണ്ടല്ല. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത അങ്ങ് ചെയ്തിരിക്കുന്നത് ബ്രാഹ്മണ ഹത്യയാണ്. ബ്രാഹ്മണനെ തന്നെയാണ് അങ്ങ് വന്നിരിക്കുന്നത്, അല്ലാതെ ഇത് സൂതരൊന്നും അല്ല, ജനനം കൊണ്ടല്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആര്, ബലരാമൻ. പക്ഷെ കൃഷ്ണൻ കാട്ടിക്കൂട്ടുന്ന എന്താണെന്നല്ല കണ്ട, വേശ്യകളെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരെല്ലാം ധർമ്മപുത്രരെ അടുത്ത് വെച്ചിരുത്തിയിട്ട് ഒന്നിച്ച് കുളിക്കുന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്, പണ്ട് കുറച്ച് മുമ്പേ. അത് നിൻ തിരുവടിക്ക് ബാധകമല്ല എന്നറിയാം. കാരണം അങ്ങ് യഥാർത്ഥ ഈശ്വരന് ഇതൊന്നും ബാധകമല്ല, നിർഗുണമാണ്. ഇത് നിൻ തിരുവടിക്ക് ബാധകമല്ല എന്നറിയാം. എങ്കിലും ലോകത്തെ വിശുദ്ധീകരിക്കുന്ന നിൻ തിരുവടി, ലോകത്തെ ശുദ്ധമാക്കാനാണ് അങ്ങ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരാൽ പ്രേരിപ്പിക്കപ്പെടാതെ തന്നെ, ആരും പറയാതെ, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, സ്വയം തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. നമ്മളൊന്നും ഉപദേശിക്കുന്നത് ഏത് തരത്തിൽ വേണമെന്ന് അങ്ങ് പ്രായശ്ചിത്തം ചെയ്തോളൂ. കാരണം അങ്ങയോട് ഉപദേശിക്കാനൊന്നും നമ്മൾ വഴിയില്ല. ഇവിടെ പറയുന്നത് എന്താണ്, കഥയിലാണ് ബലരാമനുള്ളത്. യഥാർത്ഥത്തിൽ ബലരാമൻ ആരാണ്? ഓരോ കാലഘട്ടത്തിലും ആദ്യം അധർമ്മത്തിനെതിരായി ശരീരശക്തി കൊണ്ടും മനസ്സിൻ്റെ ധൈര്യം കൊണ്ടും പ്രതികരിക്കുന്നവരാണ് ഈ ബലരാമൻ. അങ്ങനെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? തെറ്റുകൾ പറ്റിയാൽ ഈ ജാതി മതചിന്തയെല്ലാം വെച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ചില കാലത്ത് തെറ്റുകൾ അവർക്ക് സംഭവിക്കും, അവർ അതിന് പ്രായശ്ചിത്തം ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ 33 പറയുകയാണ്, ഞാൻ വധത്തിനുള്ള പ്രായശ്ചിത്തം ചെയ്തേക്കാം. ശരി, ഞാൻ ചെയ്തേക്കാം. എന്തെല്ലാം ചെയ്യണോ അതിങ്ങ് വിധിച്ചാൽ മതി, നിങ്ങൾ വിധിച്ചാൽ മതി, ഞാൻ അതുപ്രകാരം ചെയ്തു കൊള്ളാം. അല്ലയോ മുനിമാരെ, 34 പറയാണ്, ദീർഘായുസും ബലവും ഇന്ദ്രിയ ശക്തിയും വേറെ എന്തെല്ലാമാണോ ഈ സൂതനായി നിങ്ങൾ അഭിലഷിക്കുന്നത്? ഈ സൂതന് എന്തെല്ലാമാണോ അവിടെ അടിച്ചു ഒന്നില്ലേ? അങ്ങേർക്ക് എന്തെല്ലാം ആയുസാണോ ദീർഘായുസാണോ എന്താണോ വേണ്ടത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ പറയുക. അങ്ങ് പറഞ്ഞേച്ചാൽ മതി, എൻ്റെ യോഗമായ ശക്തിയാൽ ഞാനതെല്ലാം സാധിപ്പിച്ചു തരാം. അതുകൊണ്ട് എന്തെല്ലാം വേണ്ടതെന്ന് തന്നെ പറഞ്ഞേച്ചാൽ മതി, ഞാൻ തന്നെയാണ് ഈശ്വരൻ.
ഈശ്വരൻ്റെ ഒരു രൂപം തന്നെയാണല്ലോ അദ്ദേഹം. അങ്ങ് പറഞ്ഞേച്ചാൽ മതി, ഞാൻ അങ്ങേർക്ക് എന്താ വേണ്ടത്, ജനിപ്പിക്കണോ, എല്ലാ ആരോഗ്യം കൊടുക്കണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവരെന്താ പറയുന്നത്? ശ്രീ ബലരാമ. കാരണം ഈശ്വരനോട് അവർ പറയേണ്ട വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് അവരെന്താ പറഞ്ഞത്? ഭഗവാന്റെ അസ്ത്രത്തിനും വീര്യത്തിനും സൂതനായ രോമഹർഷന്റെ മരണത്തിന് എപ്രകാരമായാൽ സത്യസ്ഥിതി ഉണ്ടാകുമോ, അതായത് നീതിക്ക് നിരക്കുന്ന തരത്തിൽ അങ്ങേക്ക് എന്താണോ തോന്നുന്നത്, അതേസമയം അത് ഞങ്ങളുടെ വാക്ക് സത്യമാകുന്ന വിധം ചെയ്യുക. നമ്മളൊരു സത്യം പറഞ്ഞിട്ടുണ്ട്, അപ്പം അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് അങ്ങ് തന്നെ അങ്ങ് തീരുമാനിച്ച് ചെയ്യുക, അല്ല അങ്ങേരെ ഉപദേശിക്കാൻ ഒന്നുമല്ല. അപ്പോൾ 36 ശ്രീ ബലരാമൻ പറയുകയാണ്, താൻ തന്നെയാണ് പുത്രനായി ജനിക്കുന്നത് എന്ന് വേദവാക്യമുണ്ട്. ഞാൻ തന്നെയാണ് പുത്രനായി ജനിക്കുന്നത് വേദത്തെ പറഞ്ഞ, അതായത് ഞാൻ എൻ്റെ പുത്രൻ എൻ്റെ കാലശേഷം എൻ്റെ കർമ്മങ്ങൾ പിന്തുടരാൻ വേണ്ടി വരുന്നതാണ്. അപ്പം ഞാൻ തന്നെയാണ് പുത്രനായിട്ട് വരുന്നത്. കാരണം ഞാൻ ചെയ്ത ജോലി അടുത്ത യുഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് വേണ്ടിയല്ലേ ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചത് ഈ കാലഘട്ടത്തിലെയാണ്. അടുത്ത യുഗമാകുമ്പോഴേക്ക് സയൻസ് എല്ലാം അങ്ങ് മാറും, ചിട്ടകളെല്ലാം മാറും. അപ്പം ആദ്യമേ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ചത്തിട്ട് ഞാൻ തന്നെ പിന്നെ വരുന്നു, മകനായിട്ട് വരുന്നു. ആ തരത്തിൽ കണക്കാക്കാമെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോമഹർഷം പറഞ്ഞപ്പോൾ വയസ്സെല്ലാം ആയതാണ്. അങ്ങനെ ചില വരങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആരുണ്ട്? അദ്ദേഹത്തിൻ്റെ പുത്രൻ, അദ്ദേഹം തന്നെയാണ് പുത്രൻ. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ തന്നെയാണ് പുത്രനായി ജീവിക്കുന്നത് എന്ന് വേദത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യപ്രകാരം അതിനാൽ രോമഹർഷന്റെ മകനുണ്ടല്ലോ ഉഗ്രശ്രവസ്, നിങ്ങളുടെ പുരാണ കഥ വക്താവായി അദ്ദേഹം ഇരുന്നോളും. നിങ്ങൾക്ക് പുരാണ കഥകളുടെ എല്ലാം വക്താവായിട്ട് ഒരുത്തരം വേണമല്ലോ. രോമഹർഷനുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ. അതുകൊണ്ട് ഉഗ്രശ്രവസിനെ നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെ യാഗമെല്ലാം നിങ്ങൾ അവിടെ വെച്ചിട്ട് വേദപുരാണങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവായി. എന്നിട്ട് ഇന്ദ്രിയ ശക്തി, ദേഹബലം എന്നിവയുള്ളവനായും ഭവിക്കുന്നതിന് അവന് ഇന്ദ്രിയ ശക്തിയും ദേഹബലം ഉണ്ടാകും. അതായത് അവിടെ ഒരു സത്യം പറയുകയാണ്, നമ്മളെ കാര്യം നമ്മളെ മക്കളാണ് പിന്നെ ചെയ്യുക. നമ്മൾ പഠിക്കുന്നു, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, കുടുംബമെല്ലാം പോറ്റുന്നു. മക്കൾ വലുതാകുമ്പോൾ എല്ലാം അവർക്ക് വിട്ടു കൊടുത്തിട്ട് നമ്മൾ ഊരണം. പിന്നെ മക്കൾ കൊണ്ടുപോയിക്കൊള്ളും, നമ്മൾ ചിന്തിക്കണ്ട. മക്കളാണ് പിന്നെ നമ്മളെ സ്ഥാനം മക്കൾ ഏറ്റെടുക്കുന്നു. അപ്പം നമ്മൾ മക്കൾക്ക് നമ്മൾ തന്നെയാണ് മക്കൾ. ഇതാണ് വേദത്തിൻ്റെ തത്വം. ആ തത്വപ്രകാരം രോമാർഷൻ്റെ കാലം കഴിഞ്ഞ് ഇനി ഉഗ്രശ്രവസ് നടത്തട്ടെ, അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ. 37 ഹേ മുനിശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്കുള്ള ആഗ്രഹം പറയുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉടൻ നിറവേറ്റി തരുന്നതാണ്. ജ്ഞാനികളെ, പ്രായശ്ചിത്തമായി എന്ത് ചെയ്യണമെന്നും ചിന്തിച്ചിട്ടൊന്ന് പറയുക. നിങ്ങളൊന്ന് ചിന്തിക്കാൻ നിങ്ങളാണല്ലോ മിടുക്കന്മാർ. അതുകൊണ്ട് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക. ഇപ്പം 38 ഋഷിമാർ പറയുകയാണ്, ഇല്വലൻ്റെ പുത്രനായ ഭയങ്കരനായ ബല്യലൻ എന്ന ഒരു അസുരനുണ്ട്. ഒരു ഇല്വലൻ എന്ന അസുരൻ്റെ പുത്രനാണ് ബല്യലൻ. അദ്ദേഹം കൊണ്ട് വലിയ ശല്യമാണ്. ഇപ്പോൾ വാവിനാളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ യാഗത്തെ, നമ്മൾ നടത്തുന്ന യാഗങ്ങളെയെല്ലാം ദുഷിപ്പിക്കുകയാണ്. ചലവും ചോരയും മലവും മൂത്രവും മദ്യവും മാംസവും അങ്ങനെ അവിടെ കിടന്നിട്ട് വർഷിച്ചുകൊണ്ടിരിക്കും നമ്മളെ യാഗസ്ഥലത്തിലേക്ക്. അതുകൊണ്ട് അവനെ കൊന്നു കളഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയൊരു നമുക്കെന്തോ സേവനം വേണ്ടിക്കൽ അത് അങ്ങ് ചെയ്തു തന്നാൽ മതി. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? വാവുന്നാളിലെ മുഹൂർത്തങ്ങളില്ല. ഒരു മുഹൂർത്തം കുറിക്കുമ്പം വാവിന് എടുക്കില്ല. കാരണം വാവ് അത്ര നല്ല കർമ്മത്തിന് പറ്റിയ സമയമല്ല. അതാണ് ഇവിടെ
ചലവും മൂത്രവും എല്ലാം ആസിഡിലിടുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കും. ചില ശാസ്ത്ര തത്വങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ എല്ലാം ഇവിടെ കഥയിലൂടെ പറയുന്നതായിട്ട് അതിനെ കണ്ടാൽ മതി. 45 അതിനുശേഷം, അത് ചെയ്തതിൻ്റെ ശേഷം, ഇതൊരു കൊല്ലലാണ്, അസുരനെ കൊല്ലണം. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്ത് വരിക, ഈ പ്രായശ്ചിത്തം ചെയ്താൽ മതി. എങ്ങനെ ചെയ്യണം? അതീവ ശ്രദ്ധയോടുകൂടി 12 മാസം ഭാരതം എന്നു പേരുള്ള ഈ ഭൂഖണ്ഡത്തെ ചുറ്റണം. ഭാരതം എന്നുള്ള പേരുള്ള ഭൂഖണ്ഡം. അപ്പം ഭാരതം ഏതാണ്? ഇവിടെ ഇപ്പം നമ്മളെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പം നമ്മളെ ഭൂമി, അതിനാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഭാരതം എന്ന ഭൂഖണ്ഡം. അപ്പം ഈ ഭൂമിനെ 12 മാസം ചുറ്റിയിട്ട് എന്ത് വേണം? തീർത്ഥസ്നാനം ചെയ്ത് പ്രായശ്ചിത്തം ആചരിച്ച ശേഷം ആയാൽ അങ്ങ് എന്തായിത്തീരും? ശുദ്ധനായിട്ട് തീരും. അപ്പോൾ അങ്ങേരെ കൊടുത്തിട്ടുള്ള പ്രായശ്ചിത്തമായി. പക്ഷേ ഇവിടെ 12 മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷമാണെന്ന് പറയുന്നത്. ഈ ഭൂമി തന്നെയാണ്, ഭൂമിയിലെ തന്നെയാണ് ഈ ബലരാമന് കല്ലുള്ളത്. ഈ ഭൂമി ചുറ്റുക, ഭൂഖണ്ഡത്തെ ചുറ്റുക എന്നാൽ ഈ ഭൂമി ഒരു വർഷം സൂര്യനെ ചുറ്റുന്നുണ്ട്. നേരത്തെ വാവ് എന്ന് പറഞ്ഞത് വാവുന്നാളിലാണ് വിഷം ഉണ്ടാവുക, പിന്നെ അത് വാവില്ലാതെയാവും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് വാവ് വരും. ഇങ്ങനെ അത് വാവ് മാസത്തിലൊരിക്കുകയാണല്ലോ. അപ്പം മാസത്തെ പറ്റിയുള്ള പരാമർശമായിട്ടും വർഷത്തെ പറ്റിയുള്ള പരാമർശമെല്ലാമായിട്ട് ഇതിനെ അങ്ങ് കുറച്ച് ജ്യോതിഷപരമായിട്ടുള്ള ചില പ്രസ്താവനകളായിട്ട് ഇതിനെ കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ പരിഹാരം എന്താണ്? ഒരു വർഷം മുഴുവൻ ചുറ്റിയിട്ട് ഭാരതവർഷം, അതായത് ഈ ഭൂഖണ്ഡത്തെ ചുറ്റിയിട്ട് എന്ത് ചെയ്യുക? തീർത്ഥസ്നാനം നടത്തുക. അപ്പം ശുദ്ധമായിട്ട് തീരും. അപ്പോൾ ആ പാപമെല്ലാം തീർന്നു കിട്ടും. അപ്പോൾ ബലരാമനും എന്താണ് ചെയ്തിരിക്കുന്നത്? തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നതിൽ ഏത് തരത്തിൽ കാണണം? ജ്ഞാനം തികഞ്ഞവരും, എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് ബ്രാഹ്മണൻ. അല്ലാതെ ജനനം കൊണ്ട് ബ്രാഹ്മണൻ ആകില്ല.